ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ തുടങ്ങാമെന്ന് വിചാരിക്കണം. ഇന്ന് ഫിദ പറഞ്ഞതുപോലെ നമ്മൾ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, അതുപോലെ ലാംഗ്വേജ്, ഇതിൽ മൂന്നിന്നാണ് സ്റ്റുഡൻസ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം എൻ്റെ പേര് ഋഷ. ഞാൻ MA സൈക്കോളജി ആണ്, ജാമ്യയിൽ തന്നെ പഠിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ സെഷൻ പതുക്കെ തുടങ്ങാം. അപ്പം ആദ്യം തന്നെ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അമൻ ഷായെ ആണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അമൻ ഷാ, യു ആർ വെൽക്കം. ഹായ് എവരി വൺ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഓക്കെ 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 ഓക്കെ. സോ ഇന്ന് നമ്മളിവിടെ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ലാംഗ്വേജ്, ഈ രണ്ട് ഫാക്കൽറ്റിന്റെ ഓറിയന്റേഷൻ സീരീസിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഗാദർ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് ആ ഒരു ഓറിയന്റേഷന്റെ ടെസ്റ്റ് മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിയപ്പം നിങ്ങൾ എത്ര പേര് ഫാക്കൽറ്റി എന്ന ടേം അതിൽ നോട്ടീസ് ചെയ്തെന്ന് എനിക്ക് അറിയില്ല. സോ ജാമ്യയെ സംബന്ധിച്ചിടത്തോളം ജാമ്യക്ക് ഒരുപാട് ഫാക്കൽറ്റീസ് ആണ് വരുന്നത്. ആ ഫാക്കൽറ്റീസിന് അണ്ടറിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും ആ ഡിപ്പാർട്ട്മെന്റ്സിന്റെ അണ്ടറിൽ കോഴ്സും വരുന്ന രീതിയിലാണ് ജാമ്യയുടെ ഒരു സ്ട്രക്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അത്തരത്തിലുള്ള ഒരു ഫാക്കൽറ്റികളിൽ ഒന്നാണ് സോഷ്യൽ സയൻസ്. ആൻഡ് ആ സോഷ്യൽ സയൻസിന് അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സിനെയും ആ ഡിപ്പാർട്ട്മെന്റ്സിലെ കോഴ്സുകളെയും കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഓറിയന്റേഷൻ സീരീസിൽ ഈ ഒരു പാർട്ടിൽ ഞാനിവിടെ നമ്മളെ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയിലെ UG കോഴ്സസുകൾ മാത്രമാണ് ഇവിടെ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയിൽ നമുക്ക് അറൌണ്ട് ഒരു 7 ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. പ്ലസ് സാക്കിർ ഹുസൈൻ ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു സെന്റർ കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിന്റെ അണ്ടറിൽ വരുന്നത്. ഈ ഒരു 7 ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് 6 ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ നമ്മൾ എന്ത് UG കോഴ്സസ് നമുക്ക് ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് അതോടൊപ്പം സാക്കിർ ഹുസൈൻ ലൈബ്രറിന്റെ അണ്ടറിലും നമുക്കൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു 6 ഡിപ്പാർട്ട്മെന്റിലായിട്ടും സാക്കിർ ഹുസൈൻ ലൈബ്രറിയിലായിട്ടും നമുക്ക് ടോട്ടൽ 10 UG കോഴ്സസ് ആണ് നമുക്ക് ജാമ്യ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ആ 10 UG കോഴ്സസിൽ നമുക്ക് ഒന്ന് സെൽഫ് ഫിനാൻസ് ആയിട്ടുള്ള കോഴ്സാണ് വരുന്നത്. ആൻഡ് ആ ഒരു കോഴ്സിന്റെ സ്ട്രക്ചറിലേക്ക് നമ്മളൊന്ന് വിശദമായിട്ട് കിടക്കാണ്. സോ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, അതായത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. നോർമലി നമുക്ക് ഡൗട്ട് ഉണ്ടാവും ഈ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിന് അണ്ടറിൽ വരുന്നത് എന്നുള്ളത്. ജാമ്യ ആ ഒരു രീതിയിലാണ് ഇതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ അണ്ടറിൽ നമുക്ക് 3 കോഴ്സസ് ആണ് ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് കോഴ്സസ് BCom വരുന്നുണ്ട്, അത് സെൽഫ് ഫിനാൻസ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് അല്ലാതെ തന്നെ നോർമൽ BCom കോഴ്സും ഹോണേഴ്സ് കോഴ്സും നമുക്ക് എന്ത് ചെയ്യുന്നത് ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് തേർഡ് കോഴ്സ് ആയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ അണ്ടറിൽ വരുന്നത് BBA ആണ്. ഈ ഒരു കോഴ്സ് സെൽഫ് ഫിനാൻസ് അല്ല, നോർമൽ രീതിയിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് എൻട്രൻസ് വരുന്നത് ഈ 3 കോഴ്സിനും കൂടിയും, അതായത് BComനും BCom ഓണേഴ്സിനും BBA കൂടിയും ജാമ്യ ഒരൊറ്റ എൻട്രൻസ് ആണ് നടത്തുന്നത്. ആ ഒരു എൻട്രൻസിന്റെ ഡേറ്റ് നമുക്ക് വരുന്നത് 25th മെയ്യിലാണ് വരുന്നത്. ആൻഡ് ഇത് നമുക്കൊരു മൾട്ടി സിറ്റി സെന്റർ എക്സാം കൂടിയാണ്. അതായത് നമുക്ക് ഡൽഹിക്ക് പുറമെ മറ്റു സ്ഥലങ്ങൾ, അതായത് നമ്മളെ കാലിക്കറ്റിലടക്കം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സാമിന് നമുക്ക് സെന്റർ അലോട്ട് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സിന്റെ അണ്ടറിൽ നമുക്ക് ഒരൊറ്റ കോഴ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, അത് BA ഹോണേഴ്സ് എക്കണോമിക്സ് ആണ്. ഈ ഒരു എക്സാമിന് എൻട്രൻസ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടി സിറ്റി സെന്റർ ആണ്. അതായത് നമുക്ക് കാലിക്കറ്റിലും ഇതിന് സെന്റർ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു എക്സാമിന്റെ ഡേറ്റ് വരുന്നത് 24th മെയ്യിലാണ് വരുന്നത്. ആൻഡ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിന്റെ അണ്ടറിൽ നമുക്ക് ഒരൊറ്റ കോഴ്സാണ് അതിലും പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, അത് BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. ആൻഡ് ഇതിന്റെ ഒരു എൻട്രൻസിന്റെ പ്രത്യേകത, ഈ BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസിനോടൊപ്പം തന്നെയാണ് BA മൾട്ടി ഡിസിപ്ലിനറി പറഞ്ഞൊരു മറ്റൊരു കോഴ്സ് കൊണ്ട് ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ലേറ്റർ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. സോ ഈ ഒരു 2 കോഴ്സിനും കൂടി ഒറ്റ എക്സാം ആണ് വരുന്നത്. ആൻഡ് ആ ഒരു എക്സാം നമുക്ക് സെന്റർ ആയിട്ട് ഡൽഹി മാത്രമേ അലോട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ. ആൻഡ് ആ ഒരു എക്സാം നടക്കുന്നത് നമുക്ക് മെയ് 4th വരുന്നത്. ആൻഡ് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി ആണ് വരുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജിയിൽ നമുക്ക് ഒരു കോഴ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, അത് BA ഹോണേഴ്സ് സോഷ്യോളജി ആണ്. ആൻഡ് അടുത്തത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് വരുന്നത്
സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഒരൊറ്റ കോഴ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് BA ഹോണേഴ്സ് സൈക്കോളജി കോഴ്സ് ആണ്. ആൻഡ് ഈ സോഷ്യോളജിയും സൈക്കോളജി ഞാൻ ഒരുമിച്ച് പറയാനുള്ള കാരണം, ഈ രണ്ട് കോഴ്സിനും കൂടി നമുക്ക് ഒരൊറ്റ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. അതും ജാമ്യ ഡയറക്റ്റ് ആയി തന്നെ ഡൽഹിയിൽ മാത്രമേ സെന്റർ അനുവദിച്ചു തന്നിട്ടുള്ളൂ. ഡൽഹിയിൽ വെച്ച് മാത്രമാണ് അതിന്റെ എക്സാമും നടക്കുന്നത്. ആൻഡ് അതിന്റെ ഒരു ഡേറ്റ് നമുക്ക് വരുന്നത് മെയ് 4 തന്നെയാണ്. സോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, പൊളിറ്റിക്സിന്റെ എക്സാമും മെയ് 4 ആൻഡ് അതേപോലെ സോഷ്യോളജി സൈക്കോളജിന്റെ എക്സാമും മെയ് 4 എന്നാലും അതിന്റെ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യുന്ന ഡിഫറൻസ് വരുന്നുണ്ട്. ഈ സോഷ്യോളജി സൈക്കോളജി എക്സാമിന്റെ ടൈം നമുക്ക് രാവിലെ 9 മണിക്കും ആൻഡ് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ എക്സാം വരുന്നത് നമുക്ക് ആഫ്റ്റർനൂൺ ആണ് വരുന്നത്. ആൻഡ് ഇതാണ് മേജർ അല്ല ഡിപ്പാർട്ട്മെന്റ്സ്. ഇനി നമുക്ക് വരുന്നത് സാക്കിർ ഹുസൈൻ ലൈബ്രറിയിൽ ആ ഒരു സെന്ററിൽ നിന്നൊരു കോഴ്സ് വരുന്നുണ്ട്. ആ കോഴ്സിന്റെ പേര് വരുന്നത് ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നാണ് പേര് വരുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് നമുക്ക് മറ്റു കോഴ്സുകളെ പോലെ ഹോണേഴ്സോ ഡിഗ്രി ഒന്നല്ല, ജസ്റ്റ് നമുക്കൊരു 2 സെം, അതായത് 1 ഇയർ കോഴ്സാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ എൻട്രൻസും ജാമ്യ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് നടത്തുന്നത്. ആൻഡ് ഇനി പറയുന്നതിൽ ഞാൻ ഇതുവരെ വരാത്തൊരു കോഴ്സ് BSW ആണ്, അതായത് ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക്. ആൻഡ് ഈ ഒരു കോഴ്സ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു കോഴ്സുകളെ ഒന്ന് യുണിക് ആയിക്കൊണ്ട് കുറച്ച് പ്രൊഫഷണൽ ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. ആൻഡ് BSWന്റെ എൻട്രൻസ് വരുന്നത് അറൌണ്ട് നമുക്ക് മെയ് 3 വരുന്നത്. ഈ ഒരു കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസും ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ളതിൽ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ആൻഡ് ഇനി ഫീസിന്റെ കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ, നമുക്ക് നോർമലി ഉള്ള കോഴ്സുകൾക്കെല്ലാം ഫീസ് വരുന്നത് 9875 ആണ് അധിക കോഴ്സുകൾക്കും ഫീസ് വരുന്നത്. എന്നാൽ സെൽഫ് ഫിനാൻസ് കോഴ്സുകൾക്ക് വേറൊരു ഇതാ വരുന്നത്. ഫോർ എക്സാമ്പിൾ ബികോം സെൽഫ് ഫിനാൻസ് നമ്മൾ പറഞ്ഞല്ലോ, അതിന് നമുക്ക് അറൌണ്ട് 38 സംതിങ് വരുന്നുണ്ട്. ഇനി സോഷ്യൽ വർക്കിന്റെ 14 സംതിങ് വരുന്നുണ്ട്. ആൻഡ് സൈക്കോളജി 13 സംതിങ് വരുന്നുണ്ട്. BBA 15 സംതിങ് വരുന്നുണ്ട്. ഞാൻ എക്സാക്ട് പറയാത്തത് കൊണ്ടാണ്. സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിന്റെ ഒരു ഫീസ് സ്ട്രക്ചർ നമുക്ക് ഓരോരോ കോഴ്സുകൾക്ക് വരുന്നത്. സോ ഇത്രയും കോഴ്സുകളാണ് ജാമ്യ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിന് അണ്ടറിൽ 6 ഡിപ്പാർട്ട്മെന്റിലായിട്ട്